പണ്ട് കാലത്ത് വീട്ടിലൊരു കറി വയ്ക്കുമായിരുന്നു കേട്ടോ. അധികം ഐറ്റംസ് ഒന്നുമില്ല, നല്ല നാടൻ കപ്പയും പിന്നെ ചേമ്പും വെച്ചിട്ടൊരു അടിപൊളി കറി കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞാൽ വേറെ ലെവലാണ് കേട്ടോ. ഇതുണ്ടെങ്കിൽ ഇതിനോടൊപ്പം വേറെ കറികളൊന്നും വേണ്ട, അത്രയ്ക്ക് അതിന് ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിനെ വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ വീഡിയോ കാണുന്ന പലരും നമ്മളെ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഒന്ന് ഫോളോ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല മഴയൊക്കെയാണ്, അപ്പോൾ ഒന്നും നോക്കിയില്ല, നമ്മൾ നേരെ തൊടിയിൽ പോയി ഒരു ചേമ്പും തണ്ടും പിന്നെ കുറച്ച് ചീനിമുളകൊക്കെ ഇതിന് ആവശ്യമുള്ളതാണ് കേട്ടോ. നമ്മളെ തൊടിയിൽ തന്നെ ചീനിമുളകൊക്കെ ഉണ്ടായിരുന്നു. ചീനിമുളകും കുറച്ച് ചേമ്പും തണ്ടും പൊട്ടിച്ചു. അതിനുശേഷം ഇതേ കപ്പ ചെറുതായിട്ട് ഇതേപോലെ അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അടുത്തിട്ട് കൊടുക്കുന്നത് ചേമ്പും തണ്ടാണ് കേട്ടോ. ചേമ്പും തണ്ട് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ചധികം ചേമ്പും തണ്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ ചീനിമുളകും പിന്നെ കുറച്ച് വെള്ളം കൂടി വെച്ച് കൊടുക്കുക കേട്ടോ. ഇത് നമ്മൾ വേറെ പൊടിയൊന്നും ചേർക്കുന്നില്ല, അടച്ച് വെച്ച് നല്ല പോലെ വേവിച്ചെടുക്കുക കേട്ടോ. ഏകദേശം ഒരു 2 വിസിലൊക്കെ വേവിച്ചെടുത്താൽ മതി. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. ഇനി അതിലോട്ട് കുറച്ച് കറിവേപ്പിനും കൂടി ഇട്ട് കൊടുക്കാം, നല്ലൊരു ഫ്ലേവറിനായിട്ട്. അടുത്ത് ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്ത് നല്ല പോലെ നമുക്കൊന്ന് ഇളക്കി പിടിപ്പിക്കാം. ഇപ്പം നമ്മളെ അടിപൊളി കറി റെഡി ആയിട്ടോ. സംഭവം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു കിടിലായിട്ടാണത്. വലിയ ആർഭാടമൊന്നുമില്ല, പക്ഷേ അതിൻ്റെ സ്വാദ് പറഞ്ഞാൽ അപാരമായിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ഒന്ന് ഫോളോ ചെയ്യുക, പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം കേട്ടോ.